ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഞണ്ട് കൊണ്ടൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇത് വെറും ഞണ്ടല്ല, പെൺഞണ്ടാണ്. പെൺഞണ്ടിനാണ് മാംസം ഉള്ളതും രുചി കൂടുതലുള്ളതുമാണ് പറയുന്നത്. അപ്പോൾ പെൺഞണ്ടാന്ന് വെച്ചാൽ ബാക്കിൽ മുട്ട കാണും. നമുക്ക് കാണുമ്പോൾ കണ്ടില്ലേ, എൻ്റെ കാലൊക്കെ ഇങ്ങനെ ഈസിയായിട്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാം. ഒടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അവിടെ ഒരു അടപ്പ് കണക്കൊരു സാധനമുണ്ട്. അതിങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ വലിച്ച് തുറക്കുമ്പോൾ അത് ഓപ്പണായി കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഞണ്ട് കൊണ്ടൊരു കറിയാണ് വെക്കുന്നത്. നമ്മൾ നോർമലി മീൻകറി, ഞണ്ട് കൊണ്ട് എങ്ങനെ നോർമലായിട്ട് മീൻകറി വെക്കാം എന്നാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ കാലുകളെല്ലാം ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാം. ബാക്ക് സൈഡിൽ ഇത് സാധാ ഞണ്ടല്ല, ഇത് പെൺഞണ്ടാണ്. പെൺഞണ്ടിനാണ് മാംസം ഉള്ളതും ടേസ്റ്റ് ഉള്ളതും. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുമ്പം ഇങ്ങനത്തെ ടൈപ്പ് ഞണ്ട് നോക്കി മേടിക്കുക. ഇതിൻ്റെ ആ ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തുറന്നെടുക്കാം. ചിലരിത് വൃത്തിയാക്കാനുള്ള മടി, എങ്ങനെയാണെന്നറിയാത്ത മടി കൊണ്ട് വാങ്ങിക്കത്തില്ല. എല്ലാവരും വാങ്ങിക്കണം, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമുക്ക് പൈപ്പ് തുറന്ന് വിട്ടാലോ അല്ലെങ്കിൽ ഒരു ചട്ടിക്കകത്ത് വെള്ളം വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്താലോ പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ പുറകുവശത്തായിട്ട് കുറച്ച് പപ്പും പൂടയൊക്കെ ഉണ്ട്, അത് പറിച്ച് കളയണം. എന്നിട്ട് അത്യാവശ്യം വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ളതെല്ലാം പോവും, ക്ലീൻ ആവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുപാട് പേർക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല, വാടാന്നും പറഞ്ഞ് വാങ്ങിക്കത്തില്ല. നല്ല കാൽസ്യം കണ്ടൻറ്റുള്ള സാധനമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കാലുകൾ ഇങ്ങനെ സിസർ കണക്കിരിക്കും, കത്രിക പോലെ.